ഹായ്, വെൽക്കം ടു അമൃതാസ് വേൾഡ്. ഞാൻ വീട്ടിൽ പിടിച്ച കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഒരു നാടൻ മാങ്ങയാണ്. അപ്പോൾ ഇന്ന് ഞാനിത് കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് ഞങ്ങൾ ട്രഡീഷണൽ രീതിയിൽ എങ്ങനെ കറി വെക്കാമെന്ന് നമുക്ക് ഇത് നോക്കാം. ഞാനിവിടെ മാങ്ങ ഇങ്ങനെയാണ് കഷ്ണാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഗൊർട്ടും പിന്നെ 2 ചപ്പ സൈഡിൽ നിന്ന് എടുത്തിട്ട് കട്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനി ഇത് എങ്ങനെ ടേസ്റ്റായിട്ട് കറി വെക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുള്ളത്. അതിന് ഒരു 2 സ്പൂണ് തേങ്ങെണ്ണ ചേർത്തു. തേങ്ങെണ്ണ നല്ല ചൂടായിട്ടാകുമ്പോൾ 1 സ്പൂണ് കടുകാണ് ഞാൻ ഇട്ട് കൊടുത്തത്. കടുക് നല്ല പൊട്ടിയിട്ടാകുമ്പോൾ അതിന് ഒരു 1/2 സ്പൂണ് ഊന്ന് ഇട്ട് കൊടുത്തു. അത് ചെറിയ കളർ മാറ്റം വരണം. അപ്പോൾ അതുവരെ അതിനെ ഞങ്ങൾക്ക് ഫ്രൈ ആക്കാം. പിന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂണാണ് ഉലുവ ഇട്ട് കൊടുത്തത്. ഇനി ഇതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം കളർ മാറുന്നത് വരെ. കുറച്ച് കറിവേപ്പില 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഇതങ്ങനെ കളർ മാറ്റം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ മുറിച്ച് വെച്ച മാങ്ങ ഇട്ട് കൊടുത്തു. അപ്പോൾ എത്ര മാങ്ങ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, ഞങ്ങൾക്ക് നല്ല ടേസ്റ്റായിട്ട് കറി വെക്കാൻ പറ്റും. ഇനി ഇതൊന്നിങ്ങനെ മിക്സാക്കി കൊടുക്കാം ഈ എണ്ണയിൽ തന്നെ. ഇത് നല്ല പൗത്ത മാങ്ങയാണ്, പച്ചമാങ്ങ അല്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ വേണമെങ്കിൽ ഞങ്ങൾക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. കറി അരിപ്പെല്ലാം കൂട്ടിയ പിന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊന്ന് ഇതുപോലെ മിക്സാക്കാം. ഇനി ഒരു കഷ്ണം വെല്ലം ചേർത്ത് കൊടുത്തു. അത് നല്ല പുളി മാങ്ങ ആയെങ്കിൽ കുറച്ച് അധികം വെല്ലം ചേർക്കണം. പുളി ഇത് കുറച്ച് മധുരം മാങ്ങയാണ്, അതുകൊണ്ട് ഞാനൊരു ചെറിയ കഷ്ണം പുളി മാത്രമാണ് ഇട്ട് കൊടുത്തത്. ഇനി ഞങ്ങൾക്ക് കടഞ്ഞു വെച്ച അരിപ്പ് ഇനി കൂട്ടിയാൽ മതി. അരിപ്പ് എന്ന് പറയുമ്പോൾ മുളകും തേങ്ങയും കൊത്തമ്പാരിയും വെള്ളുള്ളിയും ചേർത്തിട്ട് ബാക്കി കറിയെല്ലാം നമ്മൾ ആക്കുമ്പോൾ അരച്ച് വെക്കുന്നില്ലേ, അതുപോലത്തെ അരിപ്പാണ്. ആ അരിപ്പൊന്നും ഇങ്ങനെ കൂട്ടിയിട്ട് അതേപോലെ ജാറിന് കുറച്ച് വെള്ളവും ചേർത്തിട്ട് കഴുകിയിട്ട് ഇതിൽ കൂട്ടാം. അപ്പോൾ നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഭയങ്കര ടേസ്റ്റാണ് കറിക്ക്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളക്കുന്നവരെ നമുക്ക് അടച്ചു വെച്ചിട്ട് കാത്തു വെക്കാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇപ്പോൾ കറിക്ക് ഞാൻ എന്തരിപ്പ് കൂട്ടിയെന്ന് പറഞ്ഞിട്ട് ഡൗട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചെങ്കിൽ ഞാനത് റിപ്ലൈ തരാം. ഇപ്പം നോക്കൂ, നല്ല ടേസ്റ്റാണ് കറിക്ക്. മാങ്ങക്കറി അതിന് നല്ല മണവും ഉണ്ട്. ഇപ്പം ഞാനിവിടെ രാവിലെ ഉണ്ടാക്കിയോണ്ട് രാവിലെ ഉണ്ടയാണ് ഉണ്ടാക്കിയത് ചായക്ക്. അപ്പോൾ ഈ ഉണ്ടൻ്റെ കൂടെ കറി ഞങ്ങൾക്ക് ഇതുപോലെ ഒഴിച്ച് കഴിക്കാം. അതേപോലെ ചോറിനും ഈ കറി കൂട്ടാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ഏത് അപ്പത്തിൻ്റെ കൂടെയും അതേപോലെ ചോറോ കഞ്ഞിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ്. ചെറിയ മധുരമായിട്ട് നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഈ കറി. അതേപോലെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ലൈക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.